ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. മഹാദേവന്റെ നിഴലാരെന്നറിയാമോ? നന്ദിയാണ്. കൈലാസത്തിൽ ഒരിക്കൽ ഒരു ചോദ്യം ഉയർന്നു: ആരാണ് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെന്ന്. പലരും സുബ്രഹ്മണ്യ സ്വാമിയുടെ പേര് പറഞ്ഞു. എന്നാൽ സുബ്രഹ്മണ്യൻ ജനിക്കുന്നതിന് മുൻപും ശേഷവും എപ്പോഴും മഹാദേവന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരാളാണ്. അത് നന്ദിയാണ്. നന്ദിയെ നാം പലപ്പോഴും ശിവന്റെ വെറും ഒരു വാഹനമായി മാത്രമാണ് കാണാറുള്ളത്. എന്നാൽ സത്യം അതല്ല. പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ശിവതാണ്ഡവം നടക്കുമ്പോൾ അതിന് താളം പിടിക്കുന്നത് നന്ദിയാണ്. പ്രദോഷ സമയത്ത് നന്ദി വായിക്കുന്ന മൃദംഗത്തിന്റെ താളത്തിനൊത്താണ് സാക്ഷാൽ പരമശിവൻ പോലും നൃത്തം ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ നൃത്തത്തിന്റെ ഊർജവും താളവും നന്ദിയാണ്. ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ ഹനുമാൻ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലെ ശിവൻ ഉള്ളിടത്തെല്ലാം നന്ദിയുമുണ്ട്. ഹനുമാൻ ഇല്ലാതെ ശ്രീരാമക്ഷേത്രം സങ്കല്പിക്കാൻ കഴിയാത്തതുപോലെ തന്നെ നന്ദിയില്ലാത്ത ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നന്ദി. ഭഗവാന്റെ വാഹനം മാത്രമല്ല, ഭഗവാന്റെ ഹൃദയ താളം കൂടിയാണ് നന്ദി.